നിങ്ങൾ ചിരി എന്തിനാ ഇങ്ങനെ പിടിക്കണേ അങ്ങനെ പിടിക്കണേന്ന് എങ്ങനെ ഞാൻ പിടിക്കാണ്ടിരിക്കുക? നിങ്ങളൊന്ന് നോക്കി നോക്ക്, എന്റെ പല്ലിന്റെ രണ്ട് സൈഡും കണ്ടില്ലേ, അത്യാവശ്യം നല്ല വിടവുകളുണ്ട്. അത് മാത്രമല്ല കൊഴിയാത്ത പാൽപ്പല്ല് വരെ ഉണ്ട്. അതാണെങ്കിൽ ഇപ്പൊ പൊട്ടിക്കൂർത്ത് ഒരു യക്ഷിപ്പല്ല് കൂട്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചിരിച്ച് കാണിച്ചു കൂട്ടണത്. എന്ന് വെച്ചാ നിങ്ങളെല്ലാരെയും ഞാൻ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു, എന്റെ ഏറ്റവും നല്ല ചിരിക്കുന്ന വശം മാത്രം കാണിച്ചിട്ട്. ആദ്യം എനിക്ക് എടുത്തു തരുന്ന ഫോട്ടോസിൽ അൺഎക്സ്പെക്ടഡ് ക്ലിക്കൊക്കെ ഉണ്ടാവും. ഞാൻ അതിൽ നോക്കുമ്പോഴത്തേക്കും പല്ലിന്റെ ആ കേടുന്ന പല്ലവും ഹൈലൈറ്റ് ചെയ്ത് കാട്ടുക. അപ്പൊ അത് ഡിലീറ്റ് ആക്കും. വേറെ വഴിയില്ലാലോ. ഇമ്മക്കിപ്പോ എന്താ ആവശ്യച്ചാ അത്തരത്തിലുള്ള വീഡിയോസ് തരാൻ ഇൻസ്റ്റാഗ്രാം എടുക്കാനാണല്ലോ. അപ്പൊ എനിക്കിതാ ഇതുപോലത്തെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് വീഡിയോസ് തന്നെ വന്നോണ്ടിരുന്നേ. 2-3 ദന്തൽ ക്ലിനിക്കുമായിട്ട് ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എനിക്ക് ഇന്നമാതിരി പ്രശ്നം ഉണ്ട് എന്നൊക്കെ. അവിടെ നിന്ന് കിട്ടിയ റിപ്ലൈയിൽ നിന്ന് എനിക്ക് പോകാനുള്ള കോൺഫിഡൻസ് കിട്ടിയില്ല. ഇടയിൽ എപ്പോഴോ ഞാൻ സ്മൈൽ ഓൺ ഡെന്റിസ്റ്റ് എന്നുള്ള പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഡോക്ടർ, എന്റെ പല്ലിന് വിടവുണ്ട്, കേടുണ്ട്, മഞ്ഞ കളർ ഉണ്ട്, ഇതിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടോ? കേട്ടാൻ പാട് തന്നെ ഡോക്ടർ ആദ്യം പറഞ്ഞത് കുറച്ച് ഫോട്ടോസ് അയക്കൂ എന്നുള്ളതാണ്. ഞാൻ വായെല്ലാം തുറന്ന് വികൃതമായ 3-4 ഫോട്ടോ വിട്ടുകൊടുത്തേം പാട് ഡോക്ടർ പറഞ്ഞു, ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം, നിങ്ങൾ ഇവിടെ ഒന്ന് എത്തിയാൽ മതി എന്നുള്ളത്. അത് കെട്ടാൻ പാട് തന്നെ നമ്മള് കോതമംഗലത്തുള്ള സ്മൈൽ ഓൺ ഡെന്റൽ കെയറിൽ എത്തിയിട്ടുണ്ട്. എത്തിയ പാട് ഡോക്ടർ എന്റെ പല്ലിന്റെ മൊത്തം പടം പിടിച്ചു. അതാണ് കുട്ടികളെ നിങ്ങൾ നേരത്തെ കണ്ട മഞ്ഞ ഗ്യാപ്പുള്ള കേടുള്ള ആ പല്ലുകൾ. അതിന് ഇതുപോലെ നല്ല ചന്തമാക്കി അടുക്കി പെറുക്കി ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇതേ കണക്കാക്കി തരാമെന്നാണ് ഡോക്ടർ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു സമയമേ വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് ഒരുപാടാവുമെന്ന് കരുതിയിട്ട് വായ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒതുക്കി നിൽക്കുന്നവരുണ്ടായിരിക്കും. പിന്നെ പല്ലിന്റെ വേദന, മറ്റു ടെൻഷൻസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അതെല്ലാം മാറ്റി കൊണ്ട് നമുക്ക് ധൈര്യം തന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കണത്. നമ്മൾ എന്തായാലും പല്ലിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അവരുടെ പേജ് മെൻഷൻ ആക്കുന്നുണ്ട്. ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അറിയാം.